യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെട്ടവരെ, വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നിങ്ങളെ ഈ ഒരു ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ഉള്ള ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ഐക്യത്തിൽ, സ്നേഹത്തിൽ, കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന ഒരനുഗ്രഹത്തിൽ എന്നെ കൊണ്ടു ചെന്നെത്തിക്കും. ഒരു നന്മ അനുഭവിക്കാൻ എനിക്കിടവരും. ഇന്ന് ദൈവത്തിൻ്റെ ഒരു വലിയ അത്ഭുതം ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണും. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ. കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും, ഓരോ വ്യക്തികളെയും, അവർ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളെയും, അവർ ഇന്നും ഈ ദിവസങ്ങളിലും അനുഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ ബുദ്ധിമുട്ടുകളെയും വേദനകളെയും അങ്ങയുടെ കരങ്ങളിൽ ഇപ്പോൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹത്തിൽ ഞാനത് ഏൽപ്പിച്ചു തരുന്നു. ഈ കുടുംബങ്ങളെ അങ്ങയുടെ സംരക്ഷണയിൽ ഏൽപ്പിച്ചു തരുന്നു. ഈ വ്യക്തികളുടെ എല്ലാ കാര്യങ്ങളും, പ്രാർത്ഥനകളും, ആവശ്യങ്ങളും, നിയോഗങ്ങളും സകലതും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നുകൊണ്ട് ഇന്നത്തെ ഈ വചന ശുശ്രൂഷ ഏറ്റവും ആദ്യം കണ്ടവരും ഏറ്റവും അവസാനം കാണുന്ന ഒരാൾ വരെ ഓരോരുത്തരെയും യേശുവിൻ്റെ സ്നേഹത്തിലും കാരുണ്യത്തിലും കണ്ടുകൊണ്ട് അവരെ ബഹുമാനിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് കേൾക്കുന്ന വചനം, അന്ധരായ ആളുകളുടെ പ്രത്യേകത അവർ തപ്പിത്തടയുന്നവരും പേടിച്ച് നടക്കുന്നവരുമായിരിക്കും. അവരുടെ ഓരോ സ്റ്റെപ്പുകളും നമ്മൾ വയ്ക്കുന്ന പോലല്ല, വളരെ ശ്രദ്ധയോടെ ആയിരിക്കും. മിക്കവാറും അവരുടെ ഒരു സ്റ്റിക്ക് കാണും, ഒരു വടി കാണും. അത് കുത്തിപ്പിടിച്ചൊക്കെ ഇങ്ങനെ തപ്പി പതുക്കെ പോകത്തുള്ളൂ. ആ അവസ്ഥയിലിരുന്നാണ് ആ മനുഷ്യൻ അന്ന് പ്രാർത്ഥിച്ചത്. നിങ്ങൾ ചില കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് അതാകപ്പാടെ ഒരു നീക്കുപോക്കുമില്ല, ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്ന പോലെയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഈ വിഷയത്തിൽ തപ്പിത്തടയാൻ തുടങ്ങിയിട്ട് കുറേ നാളായി, ഞങ്ങൾക്കൊരിക്കലും മുന്നേറാൻ പറ്റുന്നില്ല, വിജയിക്കാൻ പറ്റുന്നില്ല. ഈ മനുഷ്യനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് വഴിയരികിലിരുന്ന അന്ധനായ ബർത്തേമിയൂസ, വഴിയുടെ സൈഡിൽ മാറിയിരിക്കുന്ന, എല്ലാവരുടെയും പിറകിലായിപ്പോയ, എല്ലാവരുടെയും ഒപ്പമെത്താൻ കഴിയാത്ത ഒരു നിലയിലായിരുന്നു. പക്ഷെ യേശു അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ടപ്പോൾ അവനെ എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഒറ്റ വാക്കാണ് ഇന്ന് വായിക്കുന്നത്. 50-ാമത്തെ വാക്യം, അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തു വന്നു. അപ്പോൾ അവിടെ കുറേ ആളുകളുണ്ട്. അവരുടെ എല്ലാം മുമ്പിലെത്തി, എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി, എല്ലാവരുടെയും മുമ്പിലെത്താൻ കഴിഞ്ഞു. തപ്പിത്തടയുന്ന ഒരവസ്ഥയിലായിരുന്നു. ഇഴഞ്ഞിഴഞ്ഞു നീയാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ, ദൈവത്തെ വിളിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ, ദൈവത്തിന് നിന്നെ മുന്നിലെത്തിക്കാൻ പറ്റും. ദൈവത്തിന് നിന്നെ എല്ലാവരുടെയും മുമ്പിലെത്തിക്കാൻ പറ്റും. അത് ദൈവത്തിൻ്റെ ശക്തിയിലാണ്. എവിടെയാണ് നിങ്ങൾ പിറകിലായത്? എവിടെയാണ് നിങ്ങൾ അവഗണിക്കപ്പെട്ടത്? എവിടെയാണ് നിങ്ങൾ പറയുന്നത് എത്ര നോക്കിയിട്ട് നടക്കുന്നില്ല, ഒന്നും മുന്നേറാൻ പറ്റുന്നില്ല, ഇഴഞ്ഞിഴഞ്ഞാ നീങ്ങുന്നത്, സ്റ്റെപ്പുകൾ പോലും എനിക്ക് തടസ്സമായിട്ട് തോന്നുന്നു, എനിക്ക് സ്വന്തം നടക്കാൻ പോലും പറ്റുന്നില്ല, എനിക്ക് ഭയമാണ്, ടെൻഷനാണ്. 100 കാര്യങ്ങൾ അന്ധനായ മനുഷ്യനെ അലട്ടും. ആരുടെയെങ്കിലും സഹായമില്ലാതെ ഒന്ന് റോഡ് മുറിച്ച് കിടക്കാൻ പറ്റത്തില്ല, ബസ്സേ കയറാൻ പറ്റില്ല. എല്ലാത്തിനും ഒത്തിരി പേരുടെ സഹായം ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ യേശുവാണ് പറഞ്ഞത് അവനെ വിളിക്ക്. അപ്പോൾ അവരാ ചെന്ന് പറഞ്ഞത് നിന്നെ യേശു വിളിക്കുന്നു. അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി. അവൻ്റെ പ്രാർത്ഥന കേട്ടപ്പോൾ തന്നെ
അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരു കൊതിച്ച ചാട്ടമാണ്, ഒരു ആനന്ദമാണ്, ഒരു സന്തോഷമാണ്. ഓരോ ദിവസവും വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്നെ സഹായിക്കാൻ തുടങ്ങുന്നുണ്ട്. ദൈവത്തിൻ്റെ സഹായം നിനക്ക് കിട്ടുന്നുണ്ട്. ഇന്ന് വരെ ദുഃഖിച്ച വിഷയത്തിലായിരിക്കാം, ഇന്ന് വരെ ഭാരപ്പെടുന്നൊരു കാര്യമായിരിക്കാം, ഇന്ന് വരെ മനസ്സിനകത്ത് മുഴുവൻ വേദനയായിരിക്കാം. ആ അവസ്ഥ മാറി കുതിച്ചു ചാടാൻ, സന്തോഷം കൊണ്ട് കുതിച്ചു ചാടാൻ, ആനന്ദം കൊണ്ട് കുതിച്ചു ചാടാൻ സ്വർഗത്തിലെ ദൈവം ഒരവസരവും സമയവും സാഹചര്യവും ഒരുക്കിത്തരും. പലരുടെയും പിറകിലായിപ്പോയതിൻ്റെ വേദനയുണ്ടോ? ഒന്നും നടക്കുന്നില്ല, ഒന്നും ശരിയാകുന്നില്ല, ഓരോ ചുവടും ബന്ധനത്തിലായതുപോലെ. ഒരു മണിക്കൂർ എനിക്ക് സമാധാനത്തോടെ ആയിരിക്കാൻ കഴിയുന്നില്ല, അരമണിക്കൂർ എനിക്ക് സ്വസ്ഥതയോടെ ഒന്നും ഇരിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നങ്ങൾ? ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇന്ന് എവിടെയോ അവഗണിക്കപ്പെട്ട നിലയിലായിരിക്കാം, എവിടെ പലരുടെയും മുമ്പിൽ അപമാനിതനായൊരവസ്ഥയായിരിക്കാം. ഒന്നും നടക്കുന്നില്ല, ആകെ അന്ധനായ മനുഷ്യനെ പോലെ ഇഴഞ്ഞിഴഞ്ഞ് നടക്കേണ്ട അവസ്ഥ, പിടിച്ചു നടക്കേണ്ട അവസ്ഥ, ഇങ്ങനെ തട്ടിമുട്ടി വീഴുവോ എന്നുള്ള ഭയത്തിൽ നടക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാൻ ജീവിതത്തിൽ. അത് മാറാൻ പോവുകയാണ്, അത് മാറാൻ പോവുകയാണ്. ആ പ്രതിസന്ധി മാറാൻ പോവുകയാണ്, ആ വെല്ലുവിളി മാറാൻ പോവുകയാണ്, ആ തടസ്സങ്ങൾ മാറാൻ പോവുകയാണ്, ആ ബന്ധനങ്ങൾ പൊട്ടിപ്പോകാൻ തുടങ്ങുകയാണ്, ആ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. തുള്ളിച്ചാടാൻ പാകത്തിന് ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. സന്തോഷം കൊണ്ട് അത് സന്തോഷം കൊണ്ട് അത്രമേൽ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം ജീവിതത്തിൽ വരാൻ പോവുകയാണ്. ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് ഇന്ന് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം അനുഭവിക്കാൻ ഇടവരണമേ. ഇന്ന് ദൈവത്തിൻ്റെ ഒരത്ഭുതമുണ്ടാകാൻ ഇടവരണമേ. ഇന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി അറിയുവാൻ ഇടവരണമേ. പരിശുദ്ധാത്മാവ് ഇവരെ സഹായിക്കണമേ. ഈ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന നിങ്ങളെ പിറകിലായിരിക്കാം, വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, സ്കൂളിൽ, കോളേജിൽ, ബിസിനസ്സിൽ, സാമ്പത്തികത്തിൽ, ആരോഗ്യത്തിൽ, എവിടെയൊക്കെയോ പുറകിലാണ്. ദൈവം നിന്നെ വിളിച്ച് മുന്നിൽ കയറ്റും. ദൈവം നിന്നെ വിളിച്ച് മുന്നിലെത്തിക്കും. ദൈവം നിന്നെ മുന്നിലെത്തിക്കും. ഒന്ന് മനസ്സിൽ പറ, എൻ്റെ ദൈവം ഇന്നത്തെ അവസ്ഥ മാറ്റി എന്നെ മുന്നിലെത്തിക്കും. ഇന്നത്തെ അവസ്ഥ മാറ്റി എന്നെ മുന്നിലെത്തിക്കും. ഇന്നത്തെ അവസ്ഥയിൽ എനിക്ക് പലയിടത്തും പോകാൻ തന്നെ മടിയാണ്, പലരുടെയും മുമ്പിൽ നിൽക്കാൻ മടിയാണ്, പലരോടും സംസാരിക്കാൻ മടിയാണ്, പല ആഘോഷങ്ങൾക്ക് പോകാൻ മടിയാണ്, എവിടെയെങ്കിലും ഇങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കാനാണ് ആഗ്രഹം. അത് നിൻ്റെ മനോദുഃഖം കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. അത് മാറി തുള്ളിച്ചാടാൻ പാകത്തിനൊരു അനുഗ്രഹം നിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നൊരു സമയമാണിത്. ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിൻ്റ് എന്നൊക്കെ പറയും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈ വെള്ളിയാഴ്ച, ഈ വരുന്ന വെള്ളിയാഴ്ച അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമാണ്. പ്രിയപ്പെട്ടവർ, ഇന്നൊരു പ്രത്യേക കാര്യം അറിയിക്കുകയാണ്. എല്ലാ ദിവസവും വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ 5 മണി മുതൽ ഇവിടെ ശുശ്രൂഷയുണ്ട്. അത് വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമാണ്. വ്യാഴാഴ്ച വൈകുന്നേരം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പേരുകൾ സ്വീകരിച്ച് ആരാധന എഴുന്നള്ളിച്ച് ആരാധനയിൽ അവരുടെ പേര് പറഞ്ഞ് വ്യാഴാഴ്ച ദിവസം പ്രാർത്ഥിക്കും. അവർക്ക് വേണ്ടി ആരാധന നടത്തി പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്. അവരുടെ പേരുകൾ, അവരുടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കും വ്യാഴാഴ്ച 9 മണി വരെ. അതിനുശേഷം നിങ്ങൾക്കിവിടെ താമസിക്കാം ആഗ്രഹിക്കുന്നവർക്ക്. പിന്നെ വെള്ളിയാഴ്ച രാവിലെ 6 മണി മുതൽ ശുശ്രൂഷകൾ ആരംഭിക്കും 2 മണി വരെ. നിങ്ങൾക്കൊരു ദിവസം വരാം, നിങ്ങളുടെ പ്രാർത്ഥനകൾ എഴുതിയിടാം, നിയോഗമായി പ്രാർത്ഥിക്കാം. ഒരനുഗ്രഹം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം. ഈ ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്കും നിങ്ങൾ ഒരുങ്ങുമല്ലോ. ഞങ്ങൾ ഒരുങ്ങുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. നാം പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും, പരാജയത്തിൽ നിന്നും, നഷ്ടങ്ങളിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം, വലിയവനായ ദൈവം വലിയ സംരക്ഷണം നിങ്ങൾക്ക് തരട്ടെ. വലിയ അനുഗ്രഹം നിങ്ങൾക്ക് തരട്ടെ. വലിയ ദൈവകൃപ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. ഈ ദിവസം ഒരു അത്ഭുതത്തിൻ്റെ ദിവസമാകട്ടെ. ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കരം കൂടെ ഉണ്ടാകട്ടെ. ദൈവം പറഞ്ഞു, എന്തിനാണ് ക്ലാസ് എടുക്കുമ്പോൾ വചനം സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുവാൻ പറയുന്നത്? ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു.
ഈ ശുശ്രൂഷ എത്ര നാൾ വരെ തുടരണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ശുശ്രൂഷ ഇന്ന് വരെ ഉള്ളെങ്കിലും ഇന്ന് അതെല്ലാവർക്കും അത് എത്തിച്ചു കൊടുക്കാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ട്. ഈ വചനം നിങ്ങൾ ഒരാൾക്ക് കൊടുക്കുമ്പോഴായിരിക്കും ആ വ്യക്തി ദൈവത്തെ അറിയാൻ ഇടവരുന്നത്, ദൈവത്തിൻ്റെ ശക്തി അറിയാൻ ഇടവരുന്നത്. നിങ്ങളത് കൊടുക്കുമ്പോൾ, ആ വചനം നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നവരായി നിങ്ങൾ മാറുകയാണ്. ലക്ഷ്യബോധം ഇല്ലാതെ പോയവർക്ക് ലക്ഷ്യബോധം കൊടുക്കുന്നവരായി നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവവചനം ഒരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ തകർന്ന കുടുംബങ്ങളെ പണിയുന്നവരായി നിങ്ങൾ മാറുകയാണ്. നിങ്ങളൊരു ദൈവവചനം ഒരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ വഴി തെറ്റിപ്പോയ ഒരാൾക്ക് മാനസാന്തരം കൊടുക്കുന്നവരായി നിങ്ങൾ മാറുകയാണ്. ദൈവവചനം ഒരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ നിരാശയിൽ കിടക്കുന്ന ഒരാൾക്ക് പ്രത്യാശ പകർന്നു കൊടുക്കുന്ന ഒരാളായി നിങ്ങളുടെ ജീവിതം മാറുകയാണ്. ദൈവവചനം ഒരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ നരകത്തിൽ ചെന്ന് കൂപ്പുകുത്തേണ്ട ജീവിതത്തെ വഴിതിരിച്ച് സ്വർഗത്തിലേക്ക് തിരിച്ചുവിടുന്നവരായി നിങ്ങൾ മാറുകയാണ്. ദൈവവചനം ഒരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ കുടുംബജീവിതത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാതെ ആ കുടുംബത്തിൽ പല നഷ്ടങ്ങളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അനേകരുടെ ജീവിതത്തെ, അവരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന തിന്മയെ തകർത്ത്, സാത്താൻ്റെ ശക്തികളെ തകർത്ത് ദൈവീകമായ നന്മയിലേക്ക് ആ കുടുംബത്തെ പിടിച്ചുയർത്തുന്നവരായി നിങ്ങൾ മാറുകയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരാൾക്ക് ദൈവവചനം കിട്ടുമ്പോൾ ആ വചനത്തിൽ അയാൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിലൂടെ ലഭിക്കുന്ന കുറേ നന്മകൾ, ആ വചനം കേൾക്കുന്ന നിങ്ങൾ മാത്രമല്ല, നിങ്ങളിലൂടെ ആ വചനം കേൾക്കുന്നവരും ആ കുടുംബവും ദൈവത്താൽ, സർവശക്തനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സമയം നിങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ശുശ്രൂഷയെ, നിങ്ങളുടെ ആത്മാർത്ഥതയെ, നിങ്ങൾ ആ സത്യസന്ധമായി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ആ നല്ല മനസ്സിനെ ദൈവസന്നദ്ധിയിൽ കൊടുത്തു നിങ്ങളുടെ കുടുംബമായി നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്കൊരു വചനം കേൾക്കാം. മുഖം മ്ലാനമായിരിക്കുന്നു. രാജാവ് നെഹമ്യായോട് ചോദിച്ചു, എന്തോ ഒരു ദുഃഖമുണ്ടല്ലോ നിനക്ക്, എന്തോ ഒരു ദുഃഖമുണ്ട്, നിന്റെ മുഖം അത്ര ഹാപ്പിയല്ല, മ്ലാനമായിട്ടിരിക്കുന്നു. ഹൃദയവ്യഥയല്ലാതെ മറ്റൊന്നല്ല ഇത്. രാജാവിന് മനസ്സിലായി ഈ വ്യക്തിക്ക് എന്തോ ഹൃദയഭാരമുണ്ട്, മനസ്സിടിഞ്ഞിരിക്കുന്നൊരവസ്ഥയാണ്. ഒരുപക്ഷെ ഞാനും നിങ്ങളും, ഒരുപക്ഷെ വചനം കേൾക്കുന്ന അനേകർക്ക് ഇതുപോലുള്ള ചില അനുഭവങ്ങളുണ്ടാകാം. ഹൃദയവ്യഥ, മനോദുഃഖം. പിതാക്കന്മാർ നിദ്ര കൊള്ളുന്ന നഗര കവാടങ്ങൾ ശൂന്യമായി കിടക്കുമ്പോൾ, അപ്പോൾ അതാണ് സിറ്റുവേഷൻ. ശൂന്യമായി കിടക്കുന്നു എന്ന് മാത്രമല്ല, അത് കത്തിപ്പോയി, ചാരമായി പോയി. ഇനി അത് പുനരുദ്ധരിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അത് കത്തിച്ചാരമായി പോയെന്ന് നെഹമ്യ സങ്കടത്തോടെയും ഭയത്തോടെയും ഹൃദയവ്യഥയോടെയും അതറിയിച്ചു. അപ്പോൾ അങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ മുഖം എങ്ങനെ പ്രസന്നമാകുമെന്ന് നെഹമ്യ ചോദിച്ചു. 4-ാമത്തെ വാക്യം, രാജാവ് ചോദിച്ചു, എന്താണ് നിന്റെ അപേക്ഷ, പറയാൻ പറഞ്ഞു. അപ്പോൾ അപേക്ഷ ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, അപേക്ഷ ചോദിക്കുമ്പോൾ ആ അപേക്ഷ പറഞ്ഞാൽ പോരെ, അപേക്ഷ പറഞ്ഞത് എങ്ങനെയെന്നാണ് ശ്രദ്ധിക്കേണ്ടത്. 5-ാമത്തെ വാക്യം, സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ രാജാവിനോട് മറുപടി പറഞ്ഞു. എനിക്ക് ആ വാക്ക്, മറുപടി പറഞ്ഞു, എൻ്റെ നിദ്ര കൊള്ളുന്ന നഗരം പുനരുദ്ധരിക്കുന്നതിന് എന്നെ ആ യൂദയായിലേക്ക്, ആ ദേശത്തേക്ക് അയച്ചാലും. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച വാക്കേതെന്നറിയാമോ? രാജാവ് ചോദിച്ചു, എന്താണ് നിൻ്റെ അപേക്ഷ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഉടനെ നെഹമ്യ ചാടി ഒരു ഉത്തരം പറയൽ, എനിക്ക് ഇന്ന കാര്യമാണ് കിട്ടേണ്ടെന്നല്ല, അല്പം പ്രാർത്ഥിച്ചു. സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം അത് പറയേണ്ടതാണോ പറയേണ്ടാത്തതാണോ എന്നാലോചിച്ചതിന് ശേഷം മറുപടി പറഞ്ഞു. എന്തു കാര്യവും നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് പ്രാർത്ഥനയോടെയാണ്
പറയുന്നതെങ്കിലും ചെയ്യുന്നതെങ്കിലും അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ഇടവരും. നിസ്സാരമായി നമുക്ക് തോന്നും, നമ്മളാരും അങ്ങനെ ചെയ്യാറില്ല. ഒരാൾ എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ അന്നേരം മറുപടി പറയും. ആര് ചോദിച്ചാലും, അധികാരി ചോദിച്ചാലും അപ്പോൾ നമ്മൾ അന്നേരം മറുപടി പറയും. പ്രാർത്ഥിച്ചിട്ട ഒരു ചെറിയ കാര്യം പോലും നെഹമിയ ചെയ്തത്. ഇങ്ങനെ പ്രാർത്ഥനയുള്ള നെഹമിയയാണ് കത്തിക്കരിഞ്ഞ ആ ദേശത്തെ പുനരുദ്ധരിക്കാൻ ദൈവം പ്രയോജനപ്പെടുത്തിയത്. പ്രാർത്ഥിക്കുന്ന നിന്നെക്കൊണ്ട് ദൈവത്തിന് വലിയ അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. എല്ലാവരെ കൊണ്ടും ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യിക്കത്തില്ല. പ്രാർത്ഥനയുള്ളവനെ കൊണ്ടാ, പ്രാർത്ഥിക്കുന്നവൻ്റെ കരങ്ങളെ ദൈവം ഉപയോഗിക്കുന്നത്, പ്രാർത്ഥിക്കുന്നവൻ്റെ ബുദ്ധിയായ ദൈവം ഉപയോഗിക്കുന്നത്, പ്രാർത്ഥിക്കുന്നവൻ്റെ ചിന്തയായ ദൈവം ഉപയോഗിക്കുന്നത്, പ്രാർത്ഥിക്കുന്നവൻ്റെ കരങ്ങളെയും കാലുകളെയും അവൻ്റെ ചിന്താമണ്ഡലങ്ങളെപ്പോലും വലിയ അത്ഭുതങ്ങൾക്കായി ദൈവം ഉപയോഗിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ വലിയ കാര്യം ചെയ്യുവാൻ ദൈവം നിങ്ങളെ പ്രയോജനപ്പെടുത്തും. പ്രാർത്ഥിക്കുന്ന നിന്നെ പ്രയോജനപ്പെടുത്തും. എല്ലാത്തിനും വിമർശിക്കുന്ന, കുറ്റം കണ്ടുപിടിക്കുന്ന, കളിയാക്കുന്ന, തരം താഴ്ത്തി സംസാരിക്കുന്നവരെ കൊണ്ടല്ല ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യിച്ചത്. പ്രാർത്ഥിക്കുന്ന നിന്നെക്കൊണ്ട്, ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്നെക്കൊണ്ട്, ദൈവത്തോട് സ്നേഹമുള്ള നിന്നെക്കൊണ്ട്, എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിന്നെക്കൊണ്ട് ദൈവം നിൻ്റെ ഭവനത്തിനകത്ത് വലിയ കാര്യങ്ങൾ ചെയ്യിക്കും. നമുക്കിന്ന് വലിയൊരു അത്ഭുതം കാണാൻ ഇടവരട്ടെ. ഇന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന വെള്ളിയാഴ്ച നല്ല അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. സാധിക്കുന്നവരൊക്കെ വരിക. അടുത്തുള്ളവരായ ദൂരെയുള്ളവരാകാം. നിങ്ങളുടെ സമയവും സാഹചര്യമൊക്കെ അനുവദിക്കുന്നെങ്കിൽ ഒരു ദിവസം വന്ന് പ്രാർത്ഥിച്ച് വചനം കേൾക്കാൻ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് വരും. വ്യാഴാഴ്ച വൈകുന്നേരം ഒരു പ്രത്യേക ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. വ്യാഴാഴ്ച വൈകുന്നേരവും ധാരാളം ആളുകൾ വരുന്നുണ്ട്. വൈകുന്നേരം 5 മണി മുതൽ ആരംഭിച്ച് വിശുദ്ധ കുർബാന കഴിഞ്ഞ് ജപമാല കഴിഞ്ഞ് നമ്മൾ ദിവികാരനും എഴുന്നള്ളിച്ച് വെച്ച് അന്ന് വന്ന ഓരോരുത്തരുടെയും പേര് ഈ നിയോഗ പ്രാർത്ഥനയിൽ ചേർത്ത് വെച്ച് അവരുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന നിങ്ങൾക്കൊരു വിടുതലിന് കാരണമാകും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വചനത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആശീർവാദത്തിനായി ഒരുങ്ങുമ്പോൾ നെഹമിയ ഒരു മറുപടി പോലും പറഞ്ഞത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ്. ഇടപാടുകൾക്ക് മുമ്പ്, തീരുമാനത്തിന് മുമ്പ്, ആ പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ്, ചെറിയ കാര്യമാകാം, വലിയ കാര്യമാകാം, നിസ്സാരമെന്ന് തോന്നാം, പ്രാർത്ഥനയ്ക്ക് ശേഷം അത് ചെയ്യുക. നിനക്കത് വിജയമായി വരും, നിനക്കത് അനുഗ്രഹമായി വരും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നെഹമിയായെപ്പോലെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞങ്ങൾ എല്ലാ കാര്യത്തിലേക്കും ഇറങ്ങുന്നത്. അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സമയത്ത് ഈ വചനം ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ആ വചനത്തിൻ്റെ ശക്തി ഞങ്ങളിൽ ഉണ്ടാകട്ടെ. ഈ വചനം അനേകർക്ക് അയച്ചു കൊടുത്തു. അവരിലൂടെ എത്രയോ നന്മകളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ദൈവത്തിന് അത്ഭുതങ്ങൾ കാണാൻ കഴിയുന്നത്. ദീർഘായുസ്സും ആരോഗ്യവും ദൈവം നൽകുന്ന സമ്പത്തും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്നും, മാരകമായ എല്ലാ രോഗപീഠകളിൽ നിന്നും സ്വർഗത്തിലെ ശക്തനായ ദൈവം എന്നെയും നിങ്ങളെ, നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കട്ടെ, സൂക്ഷിക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹമാകട്ടെ, നിങ്ങളുടെ സാമ്പത്തികം അനുഗ്രഹമാകട്ടെ, നിങ്ങളുടെ ആരോഗ്യം അനുഗ്രഹമാകട്ടെ, നിങ്ങളുടെ കുടുംബജീവിതം, ശുശ്രൂഷ, സമർപ്പണ ജീവിതം സകലതും അനുഗ്രഹമാകട്ടെ. ഈശോയുടെ നാമത്തിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ മുന്നോട്ട് നീങ്ങാം. നാളെയും 5:30 ഒരുമിച്ച് കാണാം. സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.